നവകേരള സദസ്സിന് ഇന്ന് എറണാകുളം ജില്ലയിൽ സമാപനം. തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ പര്യടനത്തോടെയാണ് സദസ്സ് സമാപിച്ചത്. രണ്ടു മണ്ഡലങ്ങളിലും ജനസാഗരമാണ് ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വലിയ നവകേരള സദസ്സിൽ വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടായിരുന്നത്. മാറ്റിവെച്ച രണ്ട് ദിവസങ്ങളായി നവകേരള സദസ്സ് കൊച്ചിയിൽ ഇപ്പോൾ സമാപനത്തിലേക്ക് കടക്കുകയാണ്. വലിയ ജനസാഗരം തന്നെയായിരുന്നല്ലേ ഉണ്ടായിരുന്നത്? വലിയ ജനസാഗരം തന്നെ നമ്മൾ മറ്റ് ജില്ലകളിൽ കണ്ടതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ അവസാന 4 വേദികളിലും വലിയ ജനക്കൂട്ടം തന്നെയാണ് നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്നലെ 2 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടന്നു. ഇന്നത്തെ 2 മണ്ഡലങ്ങളോടുകൂടി നവകേരള സദസ്സിന് പൂർണ്ണമായ സമാപനമാവുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അതാണ്, നവകേരള സദസ്സിന് 2 പര്യവസാനം ഉണ്ടാകുന്നതിന്റെ അപൂർവത കൂടി ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിൽ ഡിസംബർ 9 നടക്കേണ്ടിയിരുന്ന നവകേരള സദസ്സ് ഇന്നലെയും ഇന്നുമായി നടത്തിയത്. ഇന്നലെ 2 മണ്ഡലങ്ങളിലാണ് നടന്നത്. ഇന്നലെ തൃക്കാക്കരയും പിറവത്തും കണ്ടതുപോലുള്ള ജനസംഖ്യ ഇന്ന് നവകേരള സദസ്സിന് വേദിയായ തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാടും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാവുന്ന കാര്യം. ഇത്രയും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങിയതെങ്കിൽ കൂടിയും അന്ന് കണ്ടതുപോലുള്ള അതേ ജനക്കൂട്ടം ഇന്നത്തെ ഈ 4 വേദികളിൽ, ഇന്നലെയും ഇന്നുമായി നടന്ന ഈ 4 വേദികളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനം നവകേരള സദസ്സിന് വേദിയായത് കുന്നത്തുനാട് മണ്ഡലമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ ജനക്കൂട്ടം ഇവിടെ എത്തി. നേരത്തെ മന്ത്രിമാർ സംസാരിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി സംസ്ഥാന LDF സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പ്രധാനമായി വിശദീകരിച്ചത്. ഒപ്പം കേന്ദ്രം ചെയ്യുന്ന നീതികേടിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ജനങ്ങളുമായി അക്കാര്യവും പങ്കുവച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവിന് വലിയ തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞതിന് പുറമെ വലിയ തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് കരിങ്കൊടി പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ കരിങ്കൊടി എന്ന പേരിൽ ഇന്ന് കണ്ട കാഴ്ച, പട്ടികയുമായി ചെറുപ്പക്കാർ ഈ നവകേരള ബസ്സിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. മുതിർന്നവർ ഇറങ്ങും, ഇനി മുതിർന്നവരായിരിക്കും ഇറങ്ങുക എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ വെല്ലുവിളിക്കുന്നത് കണ്ടു. ആ മുതിർന്നവരുടെ ഇറങ്ങലാണ് ഇങ്ങനെ പട്ടികയുമായി ചെറുപ്പക്കാർ ബസ്സിന് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടത്. പക്ഷേ ഇതെല്ലാം കുറെ കണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തിനാണ് ഈ വെല്ലുവിളി പ്രതിപക്ഷം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഈ അതിമോഹം ഇവിടെ ചെലവാകില്ല, കാരണം തങ്ങളെല്ലാം ബഹുജനങ്ങളുടെ സംരക്ഷണയിലാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒപ്പം BJPക്ക് കേരളത്തോടുണ്ടാകും എതിർപ്പുണ്ടാവുക സ്വാഭാവികമാണ്. അത് കേരളം ഒരു തരത്തിലും BJPയെ സ്വീകരിച്ചില്ല. BJPക്ക് അത്തരത്തിൽ ഉള്ള മതനിരപേക്ഷ മനസ്സാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും BJPയെ കേരളത്തിലുള്ളവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് ഉള്ള എതിർപ്പ്, അത് വലിയ തരത്തിലുള്ള വിരോധം കേരളത്തിലെ ജനങ്ങളോട് ഉണ്ടാകുന്നു. BJPയുടെ കേരള വിരുദ്ധം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതോടൊപ്പം പ്രതിപക്ഷവും കോൺഗ്രസും ചേരുന്നത് എന്തിനാണ്? എങ്ങനെയാണ് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഇത്തരത്തിൽ കേരള വിരുദ്ധ മനസ്സുണ്ടാകുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. ഏതായാലും നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളിലെ പര്യടനം ഇന്നത്തോടെ പൂർത്തിയാകണം. കുന്നത്തുനാട് മണ്ഡലത്തിലായിരുന്നു ഏറ്റവും അവസാന വേദിയായി ഇപ്പോൾ ഈ പരിപാടി നടന്നു. ശരി, എന്തായാലും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട്, നവകേരള നിർമ്മിതിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ആശയങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് 140 മണ്ഡലങ്ങളിലും പര്യടനം അവസാനിപ്പിച്ചുകൊണ്ട് നവകേരള സദസ്സിന് സമാപ്തിയായിരിക്കുകയാണ്. വിവരങ്ങളാണ് KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.